കിഷ്കിണ്ടാകാണ്ട് സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിക്കയുടെ വേറെ ലെവൽ സിനിമ എന്ന് വെച്ചാൽ എന്താ പെർഫോമൻസ് എന്ന് പറയാം പുള്ളിയുടെ. കാരണം ആ പോലീസ് ഓഫീസർക്ക് വേണ്ടി പുള്ളി ബോഡിയൊക്കെ ഒന്ന് അടിപൊളിയാക്കിയിട്ട് ആ പോലീസ് ഓഫീസറിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങൾക്ക് വേണ്ടി, പിന്നെ അതുപോലെ പഴയ കാലഘട്ടം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന സിനിമ, അതിൽ കലാസംവിധാനം മികവ് വേറെ ലെവലാണ്. പിന്നെ അതിലുപരി എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്ന് പറയുന്ന സിനിമ നമ്മുടെ മമ്മൂക്കാടെ സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. അതിൽ ഒരുപടി മുന്നോട്ട് വരുന്നൊരു സിനിമയാണ്. കാരണം നിഷയ്ക്ക് അന്തിച്ചു പോയില്ലേ പടം കണ്ടിട്ട്. അങ്ങനെ ആസിഫ് അലിക്കയുടെ എന്നാലും നേരിട്ട് പറയാൻ പറ്റി, ആസിഫ് അലിക്കയുടെ നല്ലൊരു സിനിമ കണ്ട കാര്യം നേരിട്ട് പറയാനുള്ളൊരു ഇതുണ്ടായി. കാരണം ആസിഫാട് പറഞ്ഞു ഞങ്ങൾ നല്ല സിനിമയാണെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ അത് മാത്രമല്ല ഏത് വേഷവും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഏത് വേഷവും സാധാരണക്കാരെ വേഷം ചെയ്യും, പോലീസ് ഓഫീസറെ ഗുണ്ട ചെയ്യും, വില്ലൻ ചെയ്യും, എല്ലാം സകലകല വല്ലമൻ തന്നെയാണ്. അത് തെളിയിച്ചിരിക്കുന്ന ആസിഫ് അലി തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ച് അനശ്വര, ആ കുട്ടിയുടെ ഒരു അഭിനയ മികവാണ് സിനിമയുടെ ഒരു വേറെ ലെവൽ. അനശ്വരയുടെ ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബ്രൈറ്റൊക്കെ ആസ്വദിച്ച് കണ്ടു എന്നാണ് പറയുന്നത് ആ സിനിമ. എന്തായാലും നല്ലൊരു സിനിമ. എന്തായാലും ആസിഫ് സാറിൻ്റെ നിഷ 2 വാക്ക് പറയാം. അതിഗംഭീര പടം. നമ്മുടെ ആസിഫിക്ക് ഇപ്പം നല്ല ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഗംഭീരമാണ്. പിന്നെ അനശ്വര രാജൻ്റെ പഴയ കാലഘട്ടമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിനിമ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കഥയുണ്ട്. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു വരവുണ്ട്. അത് കാണുന്നവർക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ എല്ലാവരുടെയും തന്നെ അതെ, ഹരിശ്രീ അശോകൻ അതെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാവർക്കും കാണാം, മോശമൊന്നുമില്ല. നല്ല അതിഗംഭീരമായൊരു പടമാണ്. എല്ലാവരും കാണണം. ആ പടം അടിപൊളിയാണ്. പടം പുള്ളിയുടെ സിനിമ ഇറങ്ങിയതിൽ പോലീസ് വേഷം കുറേ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ അതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി. എന്തായാലും എല്ലാവരും വന്ന് കാണണം. സസ്പെൻസായിട്ട് ഫുള്ള് സസ്പെൻസാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ആദ്യം വെച്ചിട്ട് സസ്പെൻസ് പൊട്ടുമെന്ന് നോക്കും, പക്ഷേ ലാസ്റ്റ് വരെ സസ്പെൻസുള്ള പടം. അത് അടിപൊളി പടം. സിനിമ രേഖാചിത്രം. എൻ്റെ പ്രതീക്ഷകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വിചാരിച്ച പഴയ സുരേഷ് ചേട്ടൻ്റെ FIR പോലത്തെ ഒരു സിനിമയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഒരു സംശയത്തിൻ്റെ പുറത്തായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതല്ല, വേറെ ഒരു ജോണറിൽ പോകുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ത്രില്ലിംഗ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ AI സാങ്കേതിക വിദ്യയിൽ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, അനശ്വര രാജൻ, സായികുമാർ, സിദ്ദീഖ്, ജഗദീഷ് ചേട്ടൻ, ഒരു നല്ല താരനിര തന്നെയുണ്ട്. ഈ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് വരുന്നത്. കാരണം ഈ വലിച്ചിലുണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് ഈ ഒരു അന്വേഷണ സിനിമ ആയതുകൊണ്ട് കഥ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള പല വഴികളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിച്ചിൽ ഈ സിനിമയ്ക്കുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കും ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നല്ല സിനിമയാണ്. ആസിഫ് അലിയുടെ വലിയൊരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് കുടുംബസമേതം തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറയാണെങ്കിലും എല്ലാ വർക്കുകളും നമുക്ക് ഇൻട്രസ്റ്റിംഗ്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ പറയുന്നത്. കാരണം വലിയൊരു മാസ് പടമല്ല ഇത്. നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കാണാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ലാഗ് വന്നപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നുണ്ട്. മമ്മൂക്കയെ കാണിച്ചാണ് അടിപൊളി. അതിനകത്ത് AI വന്നേക്കുന്ന മറ്റേ ഗോട്ടിൽ വിജയാന്തനെ കാണിക്കുന്ന പോലെ തന്നെ മമ്മൂക്ക ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവരും നല്ല തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണാം. നല്ല പടമാണ്. നല്ലൊരു ക്രൈം ത്രില്ലർ റൂട്ടാണ്. നമ്മുടെ കിഷ്കിന്ദകാണ്ട് കണ്ട പോലെ തന്നെ ഒരു നല്ലൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ. നമ്മുടെ ഒരു പഴയൊരു കാതോറ് എന്നൊരു പാഠം റെഫർ ചെയ്തൊരു കിടിലൻ ക്രൈം ത്രില്ലർ ഇറക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ എന്ന് വെച്ചാൽ ആസിഫിൽ നിറഞ്ഞാണ്. ആസിഫിലൂടെ അത്രയും തന്നെ ഡെത്തുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ അനശ്വരം ചെയ്തിരിക്കുന്നത്. അനശ്വരം സൂപ്പറായിട്ടൊരു പടത്തിൽ. പിന്നെ പഴയ ആൾക്കാരൊക്കെ ഭാരതനെയും നമ്മുടെ നെടുമുടിവേണുവിനെയും ജഗദീഷിനെയും എല്ലാവരും ചിരിച്ചു കൊണ്ടിരുന്നുണ്ട്. വർക്കൊക്കെ മമ്മൂട്ടിയെ വെച്ചൊരു വർക്ക് ഒരു 3 സീൻ കാണിക്കുന്നുണ്ട്. കിടിലൻ വർക്കാണ് മമ്മൂട്ടിയെ വെച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ മമ്മൂട്ടി അല്ലെന്ന് പറയില്ല, അതുപോലെ ഒറിജിനാലിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ആക്ഷൻ, മുഖത്തെ ആക്ഷൻ വരെ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ സ്ഥിരം കാരണം കിടിലൻ പടം കേട്ടോ. നല്ലപോലെ പഠിച്ച് ചെയ്ത ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ. അടിപൊളി ഗംഭീര സിനിമ. പിന്നെ അതെ എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നന്നായിരുന്നു. നല്ല മനോഹരമായിട്ട് ഭയങ്കര രസമുള്ള സിനിമയാണ്. വളരെ ഫ്രഷായിട്ടുള്ള തിരക്കഥയാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പഴയ സിനിമയും ഈ സിനിമ എല്ലാം കൂടി കാണുന്നൊരു ഫീൽ കിട്ടി. പഴയ നൊസ്റ്റാൾജിക് സിനിമയിലേക്ക് കടന്നുപോയി. ഭയങ്കര രസമായിരുന്നു. നൈസായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാതെ ഇപ്പോൾ എനിക്ക് തൽക്കാലം പറയാൻ പറ്റുന്നത് ഐ എം വെരി ഹാപ്പി ആൻഡ് റിലീവ് ദാറ്റ് സിനിമ ഫൈനലി ഇറങ്ങി. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേർ നല്ല ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇറ്റ് കേം ഔട്ട്. മലയാള സിനിമയാണ്. ആ എക്സ്പീരിയൻസ് ഉണ്ട്. അതൊരു വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ആക്ച്വലി ഇത് സ്ക്രിപ്റ്റ് കേട്ടിപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അക്കോർഡിംഗ്ലി ആയിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ജോഫർ ഉണ്ടായിരുന്നു,
ദ ഹോൾ കാസ്റ്റിംഗ് ക്രൂ എവറിബഡി വാസ് ദർ. അപ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് അത് നടന്നു. ഇനി പ്രേക്ഷകർ കണ്ടിട്ട് വേണം ഇനി ബാക്കിയുടെ ജഡ്ജ്മെൻറ്റ്സും കാര്യങ്ങളും പറയാൻ. ഇതിനു മുമ്പ് ചാക്കോസിനൊപ്പം ആയിരുന്നു സിനിമ, ഇപ്പോൾ ആസിഫ് അലി, അപ്പോൾ എല്ലാ സൂപ്പർ താരങ്ങളുടെ ഒപ്പം ഒരു സിനിമ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം എങ്ങനെയാണ് സിനിമയെ സെലക്ട് ചെയ്യുന്നത്? സിനിമ സെലക്ട് ചെയ്ത് നല്ല സ്ക്രിപ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമാകുമ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ തന്നെ. ആക്ടേഴ്സിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളല്ലെങ്കിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ആളെ പറ്റി തിരക്കാറുണ്ടോ? കഥ നമ്മുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ആദ്യം കഥയല്ലേ പറയാം, നമ്മൾ പിന്നീടാണ് അറിയുന്നത് അതിനകത്തുള്ള ബ്യൂട്ടിഫുൾ പേർക്സ് ഒക്കെ പിന്നീടാണ് അറിയുന്നത്. താങ്ക് യു.